അങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാവരും പറഞ്ഞോ അങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാവരും പറഞ്ഞോ കേട്ടോ. ഇതാണ് കുഴപ്പം. എനിക്ക് അങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റത്തില്ലെന്ന് കൊടുക്കാനില്ലയോ? നോക്കട്ടെ. കേട്ടില്ലേ, ഒരാണും ഒരു പെണ്ണും, ഒരാണും ഒരു മോനും ഒരു മോളും. ചെവി ഇതെന്തോ എന്നാ ഇത് കരോളി വിജയനോയ് ഇതോ ഇവിടെ ഉണ്ടോ? കേറിയാടാ. പട്ടി കിടപ്പുണ്ടോ? പട്ടിയൊക്കെ ഉണ്ടോ? പട്ടി കെട്ടിട്ടേക്ക് ഇത് ആടാന്നല്ലേ? എല്ലാം ആളാ ഇതിനകത്ത് പ്രസവിച്ച് കിടക്കുവാ. പിടിക്കോ? ഇടിച്ച് റെഡി ആക്കും. അല്ല പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആണോ? ഇവരെയൊക്കെ ചോദിച്ചോണ്ടിരിക്കും ആൾക്കാർ കേട്ടോ. കൊടുക്കോ? ഇല്ല കൊടുക്കത്തില്ല. ഇല്ല. ഒരു രക്ഷ. ചേട്ടാ എന്താ ചെയ്ത് കൂടെ അടിച്ചേക്കുന്നേ? ഇത് പന അടിച്ച ഭാവിയൊക്കെ 4 അടി വീതിയിൽ. ഓഹോ, 4 അടി വീതി മതി നമുക്ക് കാടിന്. ഇങ്ങനെ കെട്ടാൻ തന്നെ 4 അടി മതി. ഇതാ ഒരു കണക്കിന് നല്ലതല്ലേ? പിന്നെ പുറകിലെ പോയി 4 വീതിയുണ്ട്, പോയി തൂക്കാനും വരാനും എല്ലാം സൗകര്യമുണ്ട്. 4 അടി വീതി മതി. 4 അടി വീതിയിൽ ഇവരെ കെട്ടാം. മുട്ടന്മാർക്കുള്ള കൂടാ ഇത്. മുട്ടന്മാരുടെ പെണ്ണാട്ടിന് അങ്ങനെ വെള്ളേനും കെട്ടാം. അതൊന്നും വിഷയം. ഇത് മൈലമ്പാടി ഇറങ്ങുവാന്നോ? മാറിക്കോ. പിടിക്കോ? ഇടിച്ച് റെഡി ആക്കും. അല്ല പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആണോ? കണ്ടോ വിഷയാണോ? കണ്ടോ അമ്പോ അവിടേക്കണം. ചെറിയാന്നോ? പിടിച്ചോളാം. കൊമ്പിലാന്നോ പിടിക്കുന്നേ? കൊമ്പിനാ പിടിക്കുന്നത്. എന്നാലേ നിക്കത്തുള്ളൂ. ഉണ്ടല്ലേ? കൊമ്പിനാ പിടിയാ വിടത്തില്ല. ചത്താ വിടത്തില്ല. കൊമ്പിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ? കൊമ്പിന് 4 കളറാ. തേച്ച് കഴുകി എടുക്കാൻ ഞാൻ കുളിപ്പിച്ചില്ല. കണ്ടില്ലേ? 1, 2, 4 കളർ വരും. വേണേന്ന് വിട്ട് കാണിക്കാം. ഓടിച്ചിട്ടിടിക്കോ? ഓടിച്ചിട്ടിടിക്കോ? ഇടിക്കോന്നെ വിട്ട് കാണിച്ചു തരാം. അറിയാലോ. ഇടിയാണ് എന്റെ വിജയണ്ണ. പിന്നെ കെട്ട് ഉണ്ടോ? ഇവിടെ ജനിച്ച മോനാ. ഇതുപോലെ ഒരു മോനെ ഇവിടെ ജനിച്ചൊരു കുട്ടിയെ ആക്കി തരാമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവനെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. അത് ചെയ്യും, ഞാൻ വാക്ക് പാലിക്കുന്നു. ഇവിടെ ജനിച്ച ഒരു സുരഭിമാനെ ഇതുപോലെ ആക്കി തരാമെങ്കിൽ വടക്കേണ്ടിയെന്ന് കൊണ്ടുപോകാൻ മുട്ടാനായിരിക്കില്ല. പെണ്ണാടിനെ കൊണ്ടുവന്ന് പ്രസവിച്ച് ഇതുപോലെ ഒരു കുട്ടിയെ ഇതുപോലെ വളർത്തിക്കൊണ്ട് തരാമെങ്കിൽ ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആടിനെ എനിക്ക് തലയാടിനെ കാണിക്കണം. അപ്പം നമുക്കറിയാം ഇവിടെ ജനിച്ച മോന് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഇതിനകത്ത് കാര്യങ്ങളുണ്ട്. അല്ല ചുമ്മാ വിളക്കേണ്ടതെന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ജനിച്ചാന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. കേട്ടില്ലേ? നമുക്ക് ഇവിടെ ജനിച്ച കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അറിയാം. ആഹാരങ്ങൾ പ്രജല കൊടുക്കുമ്പോൾ വിളക്കേണ്ടതെന്ന് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തിന്നത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അല്ല കുഞ്ഞുകളിയല്ല. കണ്ടില്ലേ? അച്ഛനെ അടിക്കല്ലേ? നാളെ ഈ വാശി എടുക്കാം. പറ്റല്ലേ? വാശി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ? വാശി എടുത്താൽ കറിയിച്ചു കഴിഞ്ഞാൽ വാശിയാവും. വിജയനോയ് ഇതോ ഇവിടെ ഉണ്ടോ? കേറിയാടാ. പട്ടി കിടപ്പുണ്ടോ? പട്ടിയൊക്കെ ഉണ്ടോ? പട്ടി കെട്ടിട്ടേക്ക് ആടാന്നല്ലേ? എല്ലാം ആളാ ഇതിനകത്ത് പ്രസവിച്ച് കിടക്കുവാ. ആണോ? ഇല്ല കണ്ടില്ലയോ? എന്ന് പ്രസവിച്ച്? ഇന്ന് 3 ദിവസമായി. കരോളി കണ്ടില്ലയോ? പ്രസവിച്ച അവളെ മക്കളായിട്ട്. അടിപൊളി. ഒരാള് ബ്ലാക്ക്. ബുക്കിംഗ് ആയോ? 4 മാസം അത് കൊടുക്കത്തില്ല. ഇവിടെ കൊടുക്കാനില്ലയോ? നോക്കട്ടെ. കേട്ടില്ലേ? ഒരാണും ഒരു മോനും ഒരു മോളും. ചെവി ഇതെന്തോ എന്നാ? ഇത് കരോളി. കരോളി കള്ള. ഓ ഇതാണല്ലേ? ഒറിജിനൽ കരോളി. ഒറിജിനലാ? അവിടെ മക്കളെ കണ്ടില്ലേ? നല്ല വേണേ എനിക്ക് ഇത് ഡീറ്റെയിൽ ആടാന്ന് കുട്ടികളാന്ന് പറഞ്ഞ് കൊടുക്കാം. കണ്ടില്ലയോ? ചെവിയിറക്കം ഇത് ഭയങ്കര ഇറക്കം അതിന്റെ കൂട്ട്. അതല്ലേ? ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഡീറ്റെയിൽ കുട്ടികളാണെന്ന് പറഞ്ഞ് കാശ് മേടിക്കാം. ഇതെല്ലാം അവിടെ അകത്താണല്ലോ? എല്ലാം അകത്താ.
അല്ല അല്ല മക്കളെ 3 ദിവസമായ കുട്ടിയാ. 3 ദിവസമായി. 3 ദിവസം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ പ്രഗ്നന്റ് ആയിട്ട് നിന്ന് ആടല്ലേ? അത് കഴിയും. ഇന്ന് 3 ദിവസമാണ് പ്രസവിച്ചിട്ട്. ആണല്ലേ? ഇതെല്ലാരും ആട് അകത്താണോ? ഇപ്പൊ ആട് ജീവിതമാണല്ലോ. അല്ല ആട് ജീവിതോ കണ്ടില്ലയോ? ഇതിനകത്ത് കയറി ഇറങ്ങി തിന്നെല്ലാം വരും. ഇതെന്തോ കൊത്തുപറക്ക് തിന്നുന്നെന്തോ അരിയോ? പിള്ളേർക്കും എല്ലാം വാരി തിന്നുവാ. എല്ലാം പാരി തിന്നും. അടച്ചു വെച്ചില്ലേ മൊത്തം. ഇവരകത്താണോ കിടക്കുന്നത് ഇപ്പൊ? എല്ലാം പുറത്തിറങ്ങും. അല്ല നമ്മുടെ ഈ തള്ളയും കുട്ടിയും ഇവരകത്തോ? ആണല്ലേ? ഇവര് പെരക്കത്ത. ഇതിനകത്താ പ്രസവിച്ചതും എല്ലാം. കണ്ടില്ലയോ? പുക്കിള് കഴിഞ്ഞിട്ടൊന്നുമില്ല. വേണ്ട. എത്ര ദിവസമാണോ പ്രസവിച്ചിട്ട്? ഇന്ന് 3 നാലാമത്തെ പുക്കിള് പോയിട്ട്. തിൻഡറൈഡിയും പെരട്ടിയോണ്ടാ പെട്ടെന്ന് ഉണങ്ങി. ഏതാ? ടിൻഡറൈഡിൻ. അത് തേച്ചു കൊടുക്കുവോ? അത് പിന്നെ പ്രസവിച്ച ഉടനെ ഈ കുട്ടികളെ എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചിഞ്ചറൈഡിയൻ ഒഴിക്കും പുക്കളെ. അത് കാര്യം പെട്ടെന്ന്. അപ്പൊ പുഴുക്കത്തും അസുഖം വരും. പഴിക്കത്തില്ല. വരത്തെ ഒരു കാരണമാണ് കാണിക്കാൻ മരുന്ന്. ചിഞ്ചറൈഡിൻ. ഇനി ഇറക്കാം. എല്ലാരും ഓടിച്ചോളൂ. കുട്ടികളെ ശല്യം ചെയ്യുന്നില്ലേ? കുട്ടികളെ ഇടിക്കവര്. ഒന്ന് കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യത്തില്ല. അതല്ലേ? ഒരു പഴം ചവിട്ടിയാണോ ചെയ്താലേ? കാല് വലിയ ആടല്ലേ കാലേ? ഇതെന്തോ ചേട്ടാ ഇത്? ഇത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമ്പം തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ പൂക്കളിൽ ഒഴിക്കുന്ന മരുന്നാ ചിഞ്ചറൈഡി. ഈ മരുന്ന് തേച്ചു കൊടുത്താൽ മതി. ആ പൂക്കളെ കുഞ്ഞുങ്ങളെ ഒഴിച്ചാൽ. അത് എത്ര ഒഴിക്കണമെന്നുണ്ടോ? ഇല്ല, അത് കുറച്ച് ശകലം ഒഴിച്ചാൽ മതി. 2 ഉള്ളിയോ 3 ഉള്ളിയോ ഒഴിച്ചാൽ മതി. അങ്ങ് ഇത്ര ഉള്ളി നിർത്തി കൊടുത്താൽ മതി. കുട്ടികളാണ്ട് മുറി കയറി കിടക്കും. ഇറങ്ങിയോ. ഓക്കെ. രാത്രി പുറത്തിറക്കി ഇടുവോ? ഇവരെ രാത്രി പുറത്തിറക്കി ഇടുവോ? ഇല്ല പെരക്കത്താം. അവര് പെരക്കത്താം. പട്ടി എടുത്തോണ്ട് പോവോ? ഒന്നും ചെയ്യത്തില്ല. പുറത്ത് കൊണ്ടുപോകത്തില്ല. ബാക്കി നമ്മുടെ വില്ലന്മാരൊക്കെ എന്ത് ചെയ്യും? ഇറങ്ങി നടക്കും. നമ്മുടെ വില്ലന്മാരൊക്കെ എന്ത് ചെയ്യും? വില്ലന്മാരെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ നടക്കും. കംപ്ലീറ്റും കിടക്കണം. കണ്ടില്ലേ? ഇതിനെല്ലാം കൊടുക്കണം. ആണോ? ഇവരെല്ലാം കൊടുക്കാനുണ്ടോ? ഇവരെല്ലാം കൊടുത്തിട്ട് ഇവരെല്ലാം കൊടുക്കാനുള്ളതല്ല. ഇനിയിപ്പോ ഏതാ നമ്മ കൊടുക്കാനുള്ള ഇനി ഒന്നുമില്ല. ആണോ? ബാക്കിയെല്ലാം ബുക്കിംഗ് ആയി. ആടില്ലേ കൊടുക്കാൻ? ഇല്ല. ഒരുപാട് പേര് നമ്മളെ ഏകദേശം 27 ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞു ചേട്ടന്റെ വീഡിയോ. ഇപ്പൊ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. അതുപോലെ ചേട്ടന്റെ നമ്പര്, ചേട്ടന് ആടിനെ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചേ, ഇവിടെ ആട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ തച്ചുമ്പുറത്ത് വിളിയാ. ഒരു രക്ഷയില്ല. ആട് വല്ലതും കൊടുക്കാനുണ്ടോ നിലവിലിനി? ഇല്ല. ആണ്ടാ ഇവനെയൊക്കെ ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുക. അവനെയൊന്നും കൊടുക്കാനുള്ളതല്ല. ആണോ? ഇടിയാടിനെയൊക്കെ ആൾക്കാർ വെക്കത്തില്ല. പൊന്നും വില തരാൻ വേണ്ടി ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കുക. അവനെയൊന്നും കൊടുക്കത്തില്ല. കാര്യം ഒരുപാട് പേര് പറയാം നല്ല ക്വാളിറ്റി ഉള്ള ആടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നത്. മലബാറിയൊക്കെ ഉണ്ടോ? ഇത് കൊല്ലംകാർ ഫ്രീ ആയിട്ട് കൊണ്ട് തന്നാ എനിക്ക്. ഇതാണ് മലബാറി, ഒറിജിനൽ മലബാറി. കണ്ടോ? ഇത് ഷേറാ ബിറ്റൽ 7ാമത്തെ ചന. 7ാമത്തെ ചന അയക്കുന്ന മോള. ഒറിജിനൽ ബ്രീഡാ ഇതൊക്കെ. ഇതിനാ പൈസ ഉപയോഗിക്കുന്നത്. ഇതിനെ തള്ളമര കൊടുക്കാനല്ല, കുട്ടികളെ. 25,000 രൂപ തുടക്കം ഒരു കുട്ടിക്ക്. 25,000. ആടയൊക്കെ ഉണ്ടോ? അല്ല കുഞ്ഞുകളിയല്ല. വേണ്ടേ? ചോക്ലേറ്റ് കളറ്. ഇത് രാജസ്ഥാനി ചോക്ലേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര ഡിമാൻഡുള്ള കുട്ടിയാണ്. ഇത് ഉണ്ടോ? ചോക്ലേറ്റ് കളർ മുട്ടൻകുട്ടി 3 മാസം കഴിഞ്ഞു. ഇത് പുജിരിയാണ്. കണ്ടില്ലേ? ഇതൊരു തരുന്ന സ്നേഹം നമുക്ക് മനുഷ്യൻ തരൂ. തരത്തില്ല. നമ്മൾ എത്ര സ്നേഹം അവർക്ക് കൊടുക്കുന്ന അതിൻ്റെ 7 ഇരട്ടി നമുക്ക് തിരിച്ചു തരും. ഇത് ഇല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും തലയ്ക്ക്. ഇവരില്ലാത്തൊരു ജീവിതമില്ല. ആട് ജീവിതം എന്ന് പറയുന്നത് കുഞ്ഞുവെളിയല്ലിത്. നമ്മൾ എല്ലാവരും വിചാരിക്കും ഇത് കുഞ്ഞുവെളിയാണ്. ആടിനെ നയിക്കുന്ന ഏതാണ്ട് നിസ്സാര വിലക്കെല്ലാം കിട്ടുമെന്നുള്ള ഒരു ധാരണയാണ് ആൾക്കാർക്ക്. ചേട്ടന്മാർ ഇവിടെ ഒന്ന് കണ്ടല്ലോ. ഇതിനൊക്കെ നയിച്ചോണ്ട് പോകണമെങ്കിൽ കുഞ്ഞുവെളിയല്ല. അപ്പം മുട്ടനാഥൻ്റെ പരിപാടി കണ്ടോ? അതാണ് എൻ്റെ ജീവിതം. ഇതാ ആടുമായിട്ടും പശുക്കളും ആടുകളും. ഈ മുന്നോട്ടുള്ള ജീവിതം അത് തന്നെ.
ഇവരെ സ്നേഹിക്കുന്ന എത്രയും സ്നേഹം കിട്ടുന്നു അത് നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം. ഇത്രയും എനിക്ക് പറയാം.